ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ആ മനുഷ്യൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ പറയുന്നുണ്ട് ഇവിടെ കള്ളത്തരമുണ്ട്. അതും പറഞ്ഞ് അയാൾ പോയി എന്നാണ് നമ്മൾ വിചാരിച്ചത്. ദിവസവും ഈ വിഷയത്തിന്റെ പിറകിൽ ആ മനുഷ്യനുണ്ടായിരുന്നു. എല്ലാവരും പോയി, പക്ഷെ അയാൾ പോയില്ല. ആ മനുഷ്യൻ അതിന്റെ വസ്തുതകളെ ചികഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞത് എന്താണോ എന്ന് ഇന്നലെ അക്കമിട്ട് ലോകത്തിന്റെ മുമ്പിൽ അയാൾ പറഞ്ഞു വെച്ചു. നിങ്ങൾ ഓർത്തു നോക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് സ്നേഹമുള്ളവരെ. അത് പറയുമ്പോ അയാൾ പതറുകയല്ല, അഭിമാനിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗം എന്നതിലേക്ക് എല്ലാ വിയോജിപ്പുകളും ഒരു കോൺഗ്രസ് പാർട്ടിയോട് ഉയർത്തപ്പെടും. ആ കോൺഗ്രസ് പാർട്ടി സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തുന്ന നിലപാടുകളെ ഞങ്ങൾ അഹമഹിമികയാ പിന്തുണക്കുകയും അവരുടെ പോരാട്ടങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. കാരണം അദ്ദേഹം നടത്തിയ പോരാട്ടം അത്രമേൽ വലുതാ. രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട മര്യാദ ഏത് ശത്രുവിനോടും പെരുമാറുമ്പോൾ ഞാൻ ഭരണാധികാരിയാണെന്ന ബോധ്യമുയർത്തി, ഞാൻ നേതാവാണെന്ന ബോധ്യമുയർത്തി അവരോട് മാന്യമായി പെരുമാറാൻ കഴിയുന്ന രീതിയാണ്. ആ രീതിയാണ് ഒരുപക്ഷെ രാഹുൽ ഇന്ത്യയെ പഠിപ്പിച്ചത്. ഞാൻ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരുടെ പ്രൊഫൈലുകൾ പരിശോധിച്ചു. എല്ലാം പറയുന്നതൊന്നുണ്ട്. ഇന്നലെ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഞങ്ങൾ ഈ മനുഷ്യന്റെ കൂടെ നിൽക്കുക? നമുക്ക് ഉറപ്പിച്ച് ഞാൻ എല്ലാവരോടും പറയുന്നു, ഈ ജനാധിപത്യ പോരാട്ടങ്ങളുടെ തിളക്കമായി നമുക്ക് ഈ രാജ്യത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു ആർജവമുണ്ട്. ഫാഷിസ്റ്റുകൾക്കെതിരെ പൊരുതാൻ നമുക്ക് അതിശക്തമായ ഒരു ദേശീയ നേതൃത്വമുണ്ട്.